നമസ്കാരം. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് നമ്മുടെ പുരാവസ്തുക്കൾ. അവ നിർമ്മിച്ച വസ്തുവിൻ്റെ വില എന്നതിനേക്കാൾ ഉപരി അവയുടെ ആൻറ്റിക് വാല്യൂവിനാണ് പലപ്പോഴും ഇതിന് വിലയിടാറുള്ളത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പുരാവസ്തു ലഭിച്ചാൽ അത് സർക്കാരിനെ ഏൽപ്പിക്കണം എന്നാണ് നമ്മുടെ നാട്ടിലെ നിയമം. ഈ പുരാവസ്തുക്കൾ പലപ്പോഴും കയ്യിൽ കിട്ടുന്ന വ്യക്തികൾ ഇത് സ്വർണ്ണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ചതാണ് എങ്കിൽ അതിനെ ഉരുക്കി മാറ്റുന്നൊരു പ്രവണതയും പലപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ചരിത്രത്തോട് കാട്ടുന്ന നീതികേടാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഈജിപ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വലിയൊരു പുരാതന സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഒരു രാജ്യമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മളേറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഈജിപ്തിൽ നിന്ന് വരുന്ന ഒരു ഞെട്ടിപ്പിക്കുന്നൊരു വിവരം, ഈജിപ്തിലെ ഒരു ഏറ്റവും പ്രമുഖമായ മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന 3000-ലധികം വർഷം പഴക്കമുള്ള ഒരു ബ്രേസ്ലെറ്റ് കാണാതെ പോയി എന്നുള്ളതാണ്. അത് മോഷണം പോയിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് മോഷ്ടിച്ച വ്യക്തികൾ അവ ഉരുക്കി മറ്റ് ആഭരണങ്ങളോടൊപ്പം ചേർത്തു എന്നുള്ളതാണ്. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിലുള്ള ഈ ഒരു മ്യൂസിയം ഒരുപക്ഷെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും പഴക്കമുള്ള മ്യൂസിയങ്ങളിലൊന്നാണ്. ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള പുരാവസ്തുക്കൾ പലതും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രേസ്ലെറ്റ് അത് ഒന്നുകൂടി പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ഒരു വിദഗ്ധ പുറത്തേക്ക് കൊണ്ടുപോയത്. ഇവിടുത്തെ ജീവനക്കാർക്ക് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ ഈ കൊണ്ടുപോയ വ്യക്തി ഇത് ഒരു സ്വർണ്ണക്കച്ചവടക്കാരന് മറിച്ച് വിൽക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അയാളാകട്ടെ അതിലും ഉയർന്ന വിലയ്ക്ക്, അതായത് $3000 വാങ്ങിച്ച ഈ ഒരു ബ്രേസ്ലെറ്റ് $5000 ഇയാൾ മറിച്ച് വിൽക്കുകയായിരുന്നു. ഈ മറിച്ച് വിറ്റപ്പോൾ വാങ്ങിയ വ്യക്തി സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അയാളാകട്ടെ ഇത് മറ്റ് ആഭരണങ്ങൾക്കൊപ്പം തന്നെ ഉരുക്കി ചേർക്കുകയായിരുന്നു എന്നാണ്. ഏതായാലും ഒരു വലിയ പുരാവസ്തു എക്സിബിഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനിടയിലാണ് ജീവനക്കാർ ഇക്കാര്യം ശ്രദ്ധിച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും പഴക്കമുള്ള, അതായത് ഫറോവ രാജാവിൻ്റെ കാലത്തുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് കാണാനില്ല എന്നുള്ളത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന കഥ പുറത്തു വന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവർ 4 പേരും കുറ്റം സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബ്രേസ്ലെറ്റ് മോഷണം പോയി എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ സർക്കാർ എല്ലാ വിമാനത്താവളങ്ങളിലും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും, ആളുകൾ വരാൻ സാധ്യതയുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ ചിത്രം പരസ്യമായി തന്നെ അവിടെ പ്രദർശനത്തിന് വെച്ചിരുന്നു. കാരണം ആരെങ്കിലും ഇത് കൊണ്ടുപോകുന്നത് കണ്ടാൽ അടിയന്തരമായി സർക്കാരിനെ അറിയിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ കേസിലെ കുറ്റവാളികൾ പിടിയിലായി എങ്കിൽ പോലും അതിനെ ഉരുക്കി മാറ്റി കളഞ്ഞു എന്നുള്ളത് വലിയൊരു ക്രൂരമായ കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം എത്രയോ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ ഒരു ആഭരണത്തെ അല്ലെങ്കിൽ ഈ ഒരു ചരിത്ര വസ്തുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചു. പണക്കൊതി കാരണം സ്വന്തം രാജ്യത്തിൻ്റെ തന്നെ പൈതൃകത്തോടാണ് അവർ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവർ ഈജിപ്തിലെ നിയമം അനുസരിച്ച് വളരെ കർശനമായ ശിക്ഷ തന്നെ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കെയ്റോയിലുള്ള ഈ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ അവിടുത്തെ പഴയകാല രാജാക്കന്മാരുടെ ശവകുടീരത്തിലുണ്ടായിരുന്ന വളരെ വില കൂടിപ്പുള്ള ആഭരണങ്ങളും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അവിടെയുള്ള ആഭരണങ്ങളും മറ്റ് പുരാവസ്തുക്കളുമൊക്കെ തന്നെ ശരിക്കും ഒറിജിനലാണോ അതോ ഇതിനോടകം തന്നെ അവിടുത്തെ പല ആളുകളും ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് വിറ്റ് കാണുമോ എന്ന് സ്വാഭാവികമായും നമ്മളും സംശയിക്കേണ്ടി വരും. ഇതേക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ വ്യക്തമാകാൻ കഴിയുള്ളൂ. കാരണം ഈ പുരാവസ്തുക്കൾക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലഭിക്കുന്ന വില നമ്മുടെ സങ്കല്പത്തിനും എത്രയോ ഇരട്ടിയാണ്.